ഹരി ഓം. എല്ലാ സാധകർക്കും ഒരിക്കൽ കൂടി മീറ്റ് ടു മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. എനിക്ക് മാറണം എന്ന ചിന്ത എന്നിലുണ്ട്, എന്നാൽ ഞാൻ മാറുന്നില്ല. എൻ്റെ മനസ്സിന് മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്. അത്രയെങ്കിലും ഞാൻ തിരിച്ചറിയുന്നുണ്ടല്ലോ, അത് തന്നെ ഒരു ഭാഗ്യം. എൻ്റെ മനസ്സിന് മാറ്റമില്ല എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട് മാത്രം ഒരു കാര്യവുമില്ല, എനിക്കൊരു ഗുണവും ഉണ്ടാകുന്നില്ല. മനസ്സല്ല യഥാർത്ഥത്തിൽ മാറ്റേണ്ടത്, മനസ്സിൻ്റെ ഘടനയാണ്. കാരണം ഞാൻ വാസനയല്ല, വാസനകൾ എന്നിലാണ്. ഔദൂജിയുടെ ശൂന്യമായ വാക്കുകൾ എന്ന ഈ ഒരു ചിന്തയിൽ നിന്നും നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ബാലരാമപുരത്തെ മീറ്റ് ടു മീ മെഡിറ്റേഷൻ സെൻറ്ററിലാണ്. നമുക്കറിയാം, നമ്മുടെ ധ്യാന സെൻറ്ററിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം എല്ലാ മാസവും നമുക്കിവിടെ മെഡിറ്റേഷൻ ക്ലാസ്സുകളുണ്ട്. എല്ലാ മാസവും 4ാമത്തെ ശനിയാഴ്ചയാണ്. എന്നാൽ ആ സത്സംഗത്തിൽ വരുന്നവർ പ്രാക്ടിക്കലായിട്ടുള്ള ക്ലാസ്സുകൾക്ക് അപ്പുറം നമ്മുടെ ഈ ചാനലിൻ്റെ ഓരോ സത്സംഗങ്ങളും വളരെ ആത്മാർത്ഥതയോടുകൂടി അതിനെ ഫോളോ ചെയ്യുന്നു, അതിനെ മനനം ചെയ്യാൻ ശ്രമിക്കുന്നു. കുറേയേറെ ഡൗട്ട്സ് അങ്ങനെ അവർക്ക് വരുന്നുണ്ട്. പലരും കോളുകൾ വിളിച്ചിട്ട് ഗുരുജിയോട് അതിൻ്റെ ഉത്തരങ്ങൾ അന്വേഷിക്കാറുണ്ട്. അപ്പം ഗുരുജി അതിനെല്ലാം ഒരുമിച്ച് അദ്ദേഹത്തിൻ്റെ ആ ഒരു സത്സംഗത്തിൽ, അവധൂതാമൃതം എന്ന ആ സത്സംഗത്തിലൂടെയാണ് അതിനെല്ലാം ഉത്തരം നൽകുന്നത്. ഇന്നത്തെ ഈ സത്സംഗവും അങ്ങനെയുള്ള ഡൗട്ട്സിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് അങ്ങനെയുള്ള കുറേയേറെ ഡൗട്ട്സ് നമുക്ക് ഗുരുജിയുമായിട്ട് സംസാരിച്ച് ക്ലിയർ ചെയ്യാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഗുരുജി, ഒരു ശിഷ്യൻ എങ്ങനെയാണ് ഗുരുവിലേക്ക് എത്തിപ്പെടുന്നതെന്ന് ഒന്ന് പറയാമോ? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഹരി ഓം. ചോദ്യം, ഒരു ശിഷ്യൻ എങ്ങനെയാണ് ഗുരുവിലെത്തിപ്പെടുന്നത്? ഈ ചോദ്യം മറ്റൊരു തരത്തിലും കേട്ടിട്ടുണ്ട്. ഗുരുവിനെ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഇവിടെ ചോദ്യം ചെറുതായിട്ടൊന്ന് തിരിഞ്ഞാണ് ചോദിച്ചിരിക്കുന്നത്. ശിഷ്യൻ എങ്ങനെയാണ് ഗുരുവിൽ എത്തിപ്പെടുന്നത്? രണ്ട് ചോദ്യങ്ങളെയും നമ്മളൊന്ന് പഠിച്ചു നോക്കിയാൽ, ഒരു ചോദ്യത്തിൽ ശിഷ്യൻ ഇമ്പോർട്ടൻസും മറ്റൊരു ചോദ്യത്തിൽ ഗുരുവിന് ഇമ്പോർട്ടൻസ്. ഗുരുവിന് ഇമ്പോർട്ടൻസ് വരുന്ന ചോദ്യത്തിന് മാത്രം ഉത്തരം കിട്ടുന്നു. ശിഷ്യന് ഇമ്പോർട്ടൻസ് വരുന്ന ചോദ്യത്തിന് എവർലാസ്റ്റിംഗ് അല്ലെങ്കിൽ എന്നും നിലനിൽക്കുന്ന ഒരു ചോദ്യമായിട്ട് മാറും. അതിന് ഉത്തരം കിട്ടില്ല. പറഞ്ഞു വന്നത്, നമ്മുടെ ചിന്താഗതിയാണ് ഉത്തരങ്ങൾ കിട്ടുന്നത്. പലരും ആധ്യാത്മയിലോട്ട് കടന്നു വരുമ്പോൾ പല പല പ്രശ്നങ്ങൾ അതിന് ഉത്തരം കിട്ടാതെ വന്നപ്പോൾ ആധ്യാത്മികതയിലേക്ക് വഴുതി വീഴ്ന്നിട്ടുണ്ടാവും. ആത്മസാക്ഷാത്കാരമാണ് ലക്ഷ്യം എന്ന് ചിന്തിച്ചുകൊണ്ട് എത്ര പേരാണ് ആധ്യാത്മികതയിൽ വന്നിട്ടുള്ളത്? എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട്, എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻസ്, അസ്വസ്ഥത, ടെൻഷൻ, നിരാശ, സങ്കടം, നഷ്ടം, അങ്ങനെ പല പല കാര്യത്തിൽ നിന്ന് ആധ്യാത്മയിലോട്ട് വഴുതി വീഴുന്നതാണ്. ആ വീഴ്ചയിൽ എന്തെങ്കിലും ഒരു സുഖം അല്ലെങ്കിൽ ഒരു ആശ്വാസം അല്ലെങ്കിൽ ഒരു ഉത്തരം കിട്ടിയത് കൊണ്ട് അവൻ അതിൽ നിൽക്കുന്നു. അപ്പോഴും എന്തോന്നില്ല, തീവ്ര വൈരാഗ്യം, മുമുക്ഷം
അല്ലെങ്കിൽ മോക്ഷം കിട്ടണം എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് അവൻ ചിന്തിക്കണമെന്നില്ല. അപ്പോഴെന്താണ് സാധനയെന്നോ, എന്താണ് ആധ്യാത്മിക ഗുരുവെന്നോ, അല്ലെങ്കിൽ എന്താണ് സാധന ഗുരുവെന്നോ, അല്ലെങ്കിൽ എന്താണ് സാധകനെന്നോ അവന് ഏതൊരു കാഴ്ചപ്പാടുണ്ടാവണമെന്നില്ല. അങ്ങനെ അവൻ ആധ്യാത്മയിലോട്ട് പ്രവേശിച്ച് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പല പല ചിന്തകൾ വരും. എൻ്റെ ലക്ഷ്യമെന്ത്? ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ ചെയ്യുന്നത് ശരി തന്നെയാണോ? ഇങ്ങനത്തെ പല പല ചോദ്യങ്ങൾ വരും. അങ്ങനെ അവ സാധനയിലോട്ട് മുന്നേറി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവൻ അവൻ്റെ സാധനയെ പറ്റിയിട്ടും സാധന ഗുരുവിനെ പറ്റിയിട്ടും അവൻ സംസാരിക്കുമായിരിക്കാം. ആ സമയത്ത് മറ്റുള്ളവർക്ക് ഉണ്ടാകുന്നൊരു ചിന്തയാണ്, എങ്ങനെയാണ് ഒരു ഗുരുവിനെ കിട്ടുന്നത്? അതല്ലെങ്കിൽ ഒരു ഗുരുവിലേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെ? നമുക്ക് ആ വിഷയത്തെ പറ്റിയിട്ടൊന്ന് ചിന്തിച്ച് നോക്കാം. എന്താണ്, എങ്ങനെയാണ് എത്തിപ്പെടുന്നു എന്നുള്ളത്. കുറച്ച് മുന്നേ പറഞ്ഞു, ജീവിതത്തിലുണ്ടാവുന്ന ജയപരാജയങ്ങളുടെ ഭാഗമായി ഒരു വ്യക്തി എത്തിപ്പെടാം. അല്ലെങ്കിൽ ഒരു അന്വേഷണ ബുദ്ധി അവൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് ഏതോ ഒരു സാഹചര്യത്തിൽ ഉണർന്നപ്പോൾ അവൻ എത്തിപ്പെടാം. പല രീതിയിലാണ് എത്തിപ്പെടുന്നത്. നമുക്കെല്ലാവർക്കും മനസ്സിലായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, ഏകലവ്യൻ്റെ കഥ ഒന്ന് ചിന്തിച്ച് നോക്കൂ. അന്നത്തെ കാലം ശരിക്കും പറഞ്ഞാൽ വിദ്യ അർഹിക്കുന്നവന് കൊടുക്കണമെന്നാണ്. അതാണ് യഥാർത്ഥ സിസ്റ്റം. എന്നാൽ ചില ആചാര്യന്മാർ കുറച്ച് സ്വാർത്ഥ ബുദ്ധി കാണിക്കും. മഹാഭാരതത്തിൽ നമ്മുടെ ഏകലവ്യൻ്റെ കഥ എടുത്ത് നോക്കുമ്പോൾ അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അദ്ദേഹത്തിന് വിദ്യ നേടണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ ആ ആചാര്യൻ പറഞ്ഞത് എന്താണ്? രാജകുലത്തിൽ ഉള്ളവർക്ക് മാത്രമേ, അല്ലെങ്കിൽ രാജകുമാരൻ, ആ തരത്തിലുള്ള കുറച്ചുകൂടി അപ്ഗ്രേഡായിട്ട്, എക്കണോമിക്കലി അപ്ഗ്രേഡായിട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ താൻ വിദ്യ അഭ്യസിച്ചു കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് വിദ്യ ആഗ്രഹിക്കുന്നവന് ധനത്തിൻ്റെ കുറവ് നിമിത്തം വിദ്യ കൊടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തിന് വിദ്യ നിഷേധിച്ചു. വിദ്യ നിഷേധിച്ചുവെങ്കിലും അടങ്ങാത്ത ആ വിദ്യയോടുള്ള ആഗ്രഹം, തീവ്ര വൈരാഗ്യം അദ്ദേഹത്തിനെ ഗുരുവിലേക്ക് എത്തിച്ചു. പ്രത്യക്ഷമായി ഗുരു ഒന്നും പഠിപ്പിക്കുന്നില്ല എങ്കിലും ഏകലവ്യൻ്റെ ഗുരു അദ്ദേഹം ഉദ്ദേശിച്ച ദ്രോണാചാര്യർ തന്നെയായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ആ ശിഷ്യൻ ഗുരുവിലേക്ക് എത്തിപ്പെട്ടത്? അവനിലെ തീവ്രമായിട്ടുള്ള വൈരാഗ്യം, അതുമാത്രം തന്നെയാണ്. ഗുരു ആ ശിഷ്യനെ നിഷേധിച്ചുവെങ്കിലും ആ ശിഷ്യന് അയാളുടെ ആ വൈരാഗ്യ ബുദ്ധി കാരണം ലഭിച്ചു എന്നുള്ളതാണ്. അതിന് ശേഷമുള്ള കഥ നമ്മൾ ഇപ്പോൾ തൽക്കാലം ഇതായിട്ട് കണക്ട് ചെയ്യരുത്. ഈ തള്ളവിരൽ കട്ട് ചെയ്ത് കൊടുത്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ള വാദഗതികളെല്ലാം വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇവിടെ ഈ പർട്ടിക്കുലർ ചോദ്യത്തിൻ്റെ സന്ദർഭം മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. അപ്പോൾ എപ്പോഴും ഗുരു അവൈലബിളാണ്. ആ അവൈലബിലിറ്റിയെ പറ്റിയിട്ട് ബോധം ഉള്ളവന് മാത്രമേ അവൈലബിൾ ആവുള്ളൂ. മനസ്സിലായില്ലേ? അതായത് പലരും ചോദിക്കും, ഒരു ഗുരുവിനെ എങ്ങനെ ചൂസ് ചെയ്യാം, അതല്ലെങ്കിൽ എങ്ങനെ തിരിച്ചറിയാം, ഇദ്ദേഹം എൻ്റെ ഗുരുവാണോ അല്ലയോ എന്നെങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത്.
അതിന് ഒരു ഉത്തരം പറയാനുള്ളത്, രണ്ട് വ്യക്തികൾ തമ്മിൽ കല്യാണം കഴിക്കുന്നു എന്ന് വിചാരിക്കുക. ലവ് മാരേജോ അറേഞ്ച് മാരേജോ എന്തോ ആയിക്കോട്ടെ. ലവ് മാരേജ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ അയാളെ മനസ്സിലാക്കിയെന്നും അയാൾ എന്നെ മനസ്സിലാക്കിയെന്നും എന്നുള്ള ധാരണയിലാണ് ലവ് മാരേജ് നടക്കുന്നത്. അറേഞ്ച് മാരേജ് എന്താണ്? കുടുംബക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിച്ച് കൊള്ളാം, നമ്മുടെ കുടുംബത്തിന് ചേരുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഈ വ്യക്തിക്ക് ആ വ്യക്തി ചേരുമോ എന്നുള്ളതല്ല അവർ മെയിനായിട്ട് നോക്കുന്നത്. കുടുംബക്കാർ തമ്മിൽ ചേർച്ച ഉണ്ടോ എന്നൊക്കെ നോക്കും. എന്തായിരുന്നാലും അവർ കല്യാണം കഴിച്ച് മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോകുമ്പോഴെന്താണ്, പണ്ടത്തെ ആൾ പോലെ അല്ലല്ലോ ഇപ്പോഴത്തെ ആൾ എന്നുള്ള ചിന്താഗതി, അല്ലെ പണ്ടത്തെ സ്വഭാവമല്ലല്ലോ ഇപ്പോഴത്തെ സ്വഭാവം എന്നുള്ള രീതിയിൽ ചിന്തിച്ചു തുടങ്ങുമ്പോൾ അവിടെ പ്രശ്നം തുടങ്ങും. അപ്പോൾ ഭൗതികതയിലുള്ള കുടുംബജീവിതത്തിൻ്റെ ബന്ധങ്ങളിൽ പോലും ഇതെനിക്കുള്ള ആളല്ലായിരുന്നുവെന്നും അല്ലെങ്കിൽ ആണ് എന്നുള്ള ചിന്താഗതിയിലോട്ട് എത്തിപ്പെടുന്നുണ്ട്. അപ്പോൾ ജന്മജന്മാന്തരമായ ബന്ധമാണ് ഗുരു ശിഷ്യ ബന്ധം. അപ്പോൾ അത് എനിക്കുള്ളതാണോ അല്ലയോ എന്നുള്ള ചിന്താഗതി ഒരാൾ ചിന്തിക്കുമ്പോൾ ആ ചിന്തയുടെ ശുഷ്കത ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ എല്ലാം പ്രശ്നം അതാണ്. കാരണം ഭൗതികതയുടെ കാഴ്ചപ്പാടിൽ കൂടി, ആ അളവുകോലിൽ കൂടിയാണ് നമ്മൾ ആധ്യാത്മികമായിട്ടുള്ള ലോകത്ത് വന്നിട്ടും നമ്മൾ ചിന്തിക്കുന്നത്. ആ സ്കെയിൽ വെച്ചിട്ടാണ് നമ്മൾ അളക്കാൻ നോക്കുന്നത്. അത് അളക്കാനേ സാധിക്കില്ല. ഞാൻ ഉപയോഗിക്കുന്ന സ്കെയിലിൻ്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഈ സ്കെയിൽ ഉപയോഗിക്കണമെന്നുള്ള എൻ്റെ ചിന്താഗതിയുടെ പ്രശ്നമാണ് ഞാൻ ആദ്യം മാറ്റേണ്ടത് എന്നുള്ള ചിന്ത അല്ലെങ്കിൽ ആ ഒരു മനസ്ഥിതി മാറ്റിയാൽ പരിസ്ഥിതി മാറും. അപ്പോഴാണ് പരിസ്ഥിതി മാറുക. അങ്ങനെ നോക്കുമ്പോൾ ഈ ലോകത്തിലെ സകലതും എൻ്റെ ഗുരു ആണ് എന്നുള്ള ഒരു ബോധം വരും. കാര്യം അതിനെല്ലാം എന്നെ പഠിപ്പിക്കുവാനുണ്ട്, പലതും പഠിപ്പിക്കുവാനുണ്ട് എന്നുള്ളത്. നടന്ന് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കാലിലൊരു മുള്ള് കൊത്തുന്നു വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മുള്ള് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പലതും. എന്താണ് പഠിപ്പിക്കുന്നത്? അടുത്ത പാദം വയ്ക്കുന്നത് വളരെ സൂക്ഷിച്ച് വേണം എന്നുള്ളതാണ്. മുള്ളിനും ഗുരുവാകാൻ പറ്റും, ഒരു കുഴിക്കും ഗുരുവാകാൻ പറ്റും, പർവ്വതത്തിനും ഗുരുവാകാൻ പറ്റും, പറവയ്ക്കും ഗുരുവാകാൻ പറ്റും, സകലതിനും ഗുരുവാകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്തിന്? അനുഭവമാണ് ഗുരു എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? ജീവിതത്തിൻ്റെ അനുഭവങ്ങൾക്ക് പോലും ഗുരുവാകാൻ പറ്റുമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങളെ കാണേണ്ടത് എന്നുള്ളതാണ് ചിന്താ വിഷയം. അവൈലബിളാണ്, മനസ്ഥിതി മാറ്റുന്നു എങ്കിൽ. ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം, ഞാനൊരു ഗുരുവിൻ്റെ അടുത്ത് പോകുമ്പോൾ എന്നെ അടിമുടിയെ മാറ്റിത്തരും എന്നുള്ള വിശ്വാസത്തോടെയാണ് ഒരാൾ ഗുരുവിനെ കാണാൻ നിൽക്കുന്നത്. ശരിക്കും ഒരു വ്യക്തിയുടെ ഉള്ളിൽ അന്വേഷണ ബുദ്ധി ഉണ്ട് എന്ന് വിചാരിക്കുക. ഒരു സത്യത്തെപ്പറ്റി അവൻ്റേതായ രീതിയിൽ അന്വേഷണം നടത്തുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പല ചോദ്യങ്ങളും പല സംശയങ്ങളും പല കണ്ടെത്തലുകളും അവൻ്റെ ഉള്ളിൽ വേണം. ഒരു എന്താ പറയുക, ലാബിലൊരു സയൻറ്റിസ്റ്റ് എന്താണോ ചെയ്യുന്നത് അതുപോലത്തെ ഒരവസ്ഥ അവൻ്റെ ഉള്ളിലുണ്ട്. ആ മാനസിക അവസ്ഥയിൽ അവൻ ഒരു ഗുരുവിൻ്റെ അടുക്കലെത്തുമ്പോൾ ഏത് പോയിൻ്റ് വരെയാണ് അവൻ്റെ ചിന്ത നിലനിൽക്കുന്നത്, ആ ചിന്തയുടെ തുടർച്ചയായി ഗുരു സംസാരിച്ചു തുടങ്ങിയാൽ അവന് ഉൾക്കൊള്ളാതിരിക്കാൻ സാധിക്കുമോ? കാരണം തൻ്റെ ചിന്ത വന്ന് ചിന്തിച്ച് നിൽക്കുന്ന ഒരിടത്തിൽ നിന്ന് ഗുരു അവനെ ചിന്തിപ്പിച്ച് തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഗുരു അവൻ്റെ
ഉള്ളിൽ നിലനിൽക്കുന്ന ഒരു തലത്തിലേക്ക് മാറും, ആന്തരിക ഗുരുവായിട്ട് മാറും. അപ്പോൾ ഗുരു ബാഹ്യമല്ല, അവൻ്റെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. അവൻ്റെ മുന്നോട്ടുള്ള ചിന്തയായിട്ട്, അവനിലുള്ള വിവേകബുദ്ധിയായിട്ട്, അവനിലെ അവബോധമായിട്ടാണ് ഗുരു നിലനിൽക്കുന്നത്. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. സ്ഥൂല ലോകത്തെ, സ്ഥൂല ചിന്തകളിൽ നിന്ന് നമ്മുടെ ചിന്താഗതികൾ സൂക്ഷ്മതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരവർക്ക് അവരവരുടെ ഗുരുവിനെ കണ്ടെത്തുവാൻ പറ്റും. അപ്പോഴും ഒരു സംശയം വരാം, എൻ്റെ ഗുരു അവൻ്റെ ഗുരു എന്നുള്ള ചിന്ത ഉണ്ടോ എന്നുള്ളത്. ഈ ലോകത്ത് ഞാൻ നിലനിൽക്കുന്നു എങ്കിൽ എൻ്റേത് നിൻ്റേത് ഉണ്ടാകും. ഞാനും പ്രപഞ്ചവും നിലനിൽക്കുന്നില്ല എന്ന് ഉള്ള ഉയർന്ന തലത്തിലാണ് എത്തുന്നുണ്ടെങ്കിൽ എന്ത് എൻ്റേത് നിൻ്റേത് എല്ലാം ചിന്താഗതിയുടെ പ്രശ്നമാണ്. ചിന്തിക്കുന്നത് മനസ്സ് നിലനിൽക്കുന്നത് കൊണ്ട്, മനസ്സ് നിൽക്കുന്നത് അഹംബുദ്ധി ഉള്ളതുകൊണ്ട്, അഹംബുദ്ധി നിൽക്കുന്നത് അജ്ഞതയുള്ളതുകൊണ്ട്, അജ്ഞത നിൽക്കുന്നത് ആ സത്യവസ്തു ഉള്ളതുകൊണ്ട്. ഗുരുജി, ഈശ്വരൻ സർവ്വതിലും നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. ഒരു സാധകൻ അത് മനസ്സിലാക്കുന്നുമുണ്ട്, എല്ലാത്തിലും ഈശ്വരനാണ് ഉള്ളത് എന്നുള്ളത്. ഒരു സാധാരണ വ്യക്തി ആ സാധകൻ എന്നുള്ളതിലേക്ക് ആ ഒരു പരിണാമം സാധാരണ വ്യക്തിയിൽ എപ്പോഴാണ് സംഭവിക്കുന്നതെന്നൊന്ന് വിശദീകരിക്കാം. സാധകനും സാധാരണക്കാരൻ തന്നെയാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള സാധകൻ്റെ മനോഭാവം. ബോധവികാസത്തെ പറ്റിയിട്ടാണ് ആ ചോദ്യം പോയിൻ്റ് ചെയ്യുന്നത്. അവിടെയും ചിന്താകുഴപ്പങ്ങൾ ഉണ്ടാക്കും ചിലർക്ക്. ബോധവികാസം എന്നുള്ള വാക്ക് തന്നെ തെറ്റാണ് എന്ന് പറയും. കാരണം ബോധം വികസിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ആ ബോധത്തെ, വികസിച്ചിരിക്കുന്ന ബോധത്തെ ഉൾക്കൊള്ളുന്ന പാത്രത്തിന് വികാസമുണ്ടോ എന്നുള്ളതാണ്. അവിടെയാണ് ഇതിൻ്റെ ശരിക്കുള്ള ചോദ്യം. അപ്പോൾ ഈ ബോധവികാസം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഉള്ളിൽ സംഭവിക്കുന്ന ഒരവസ്ഥ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ബോധത്തിന് ബോധവികാസത്തിൻ്റെ ആവശ്യമില്ല. വ്യാസൻ എന്നുള്ളൊരു മുനിയെ കേട്ടിട്ടില്ലേ? വ്യാസമുള്ളവൻ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പൂർണ്ണൻ, പൂർണ്ണത നേടിയവൻ, പരിപൂർണൻ എന്നുള്ള ഒരർത്ഥം. കുറച്ച് മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ വൈരാഗ്യഭാവം വേണമെന്ന് പറഞ്ഞു. ഈ വൈരാഗ്യഭാവം നമ്മളിൽ നിലനിൽക്കുന്നത് ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ മാത്രമാണ്. ഒരു കഥ പറയാം, അതിലൊന്ന് ശ്രദ്ധിക്കാൻ നോക്കാം. കഥകളെ ധ്യാനിക്കണമെന്നാണ്. എന്തുകൊണ്ടാണ് കുട്ടികൾ കഥ ഇഷ്ടപ്പെടുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു കൊച്ചു കുഞ്ഞിനോട് നമ്മളൊരു കഥ പറയാൻ നേരത്ത് അവർ നല്ലവണ്ണം അത് ഇമാജിൻ ചെയ്യും. മനസ്സിലിങ്ങനെ അവർ കാണും. ഇങ്ങനെ കണ്ടിരുന്നിട്ട് അടുത്തടുത്ത് എന്തെന്ന് ചോദിക്കും. കാര്യം അവരിങ്ങനെ നമ്മൾ പറയുന്നതനുസരിച്ചിട്ട് അതിങ്ങനെ വിഷ്വലൈസ് ചെയ്യുകയാണ്. മുതിർന്നു വരുമ്പോൾ എന്താണ്, നമ്മൾ വിഷ്വലൈസിങ് ഒന്നും ചെയ്യുകയൊന്നുമില്ല. കഥയെ മനസ്സിലാക്കൽ മാത്രമേ ഉള്ളൂ. ആ കഥയെ മനസ്സിലാക്കി അങ്ങ് പോകും. അതുകൊണ്ട് എന്ത് പറ്റുന്നു?
നമുക്ക് കഥയോടൊരു ആകർഷണം ഉണ്ടാകില്ല. കുട്ടി ആസ്വദിക്കുന്നത് മുതിർന്നവൻ ആസ്വദിക്കുന്നില്ല. വ്യത്യാസം അങ്ങനെയാണ്. അതുകൊണ്ടാണ് കഥയെ ധ്യാനിക്കൂ എന്ന് പറയുന്നത്. 100% ആ കഥയുടെ എല്ലാ സത്തിലേക്കും നമ്മൾ കണക്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ അത് നമ്മളിൽ ആ കഥ നമ്മളിലോട്ട് കണക്റ്റ് ആവുകയുള്ളൂ. കഥ ഇപ്രകാരമാണ്. ഒരു ഗുരുവിന് 2 ശിഷ്യന്മാരുണ്ടായിരുന്നു. അതിശ്രേഷ്ഠരായിട്ടുള്ള 2 ശിഷ്യന്മാരാണ്. കുറേ നാളത്തെ ധ്യാന പരിശീലനം, സാധന, അത്തരം കാര്യങ്ങളിൽ കൂടി കടന്നുപോയി ഒരിക്കൽ ഗുരു ആ 2 ശിഷ്യന്മാരെയും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളിനി കുറച്ച് നാളത്തേക്ക് ഒരാൾ തെക്കോട്ട് നടന്നു പോവുക, മറ്റൊരാൾ വടക്കോട്ട് നടന്നു പോവുക. അതായത് ആ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് 2 പേരും 2 ഇടത്ത് താമസിക്കുക എന്നാണ് ഗുരു പറഞ്ഞത്. അപ്പോൾ ആ ശിഷ്യന്മാർ പറഞ്ഞു, ശരി, നമ്മളങ്ങനെ പോകാം. യാത്ര പോകുന്ന സമയത്ത് ഗുരു 2 പേർക്ക് ഓരോ തോർത്ത് വീതം കൊടുത്തു. അതായത് തോർത്താണ് അവർ ഉടുത്തിരിക്കുന്നത്, ഒരു ഒറ്റ തോർത്ത്. ഈ തോർത്ത് ഉടുത്തുകൊണ്ടാണ് ഇവർ 2 പേരും യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ ഗുരു പറയുന്നുണ്ട്, 2 വർഷം കഴിഞ്ഞ് ഈ പോയ നിങ്ങൾ അതേപോലെ തിരിച്ചു വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ശിഷ്യന്മാർ ചിന്തിക്കുകയായിരുന്നു, കുറേ കാര്യങ്ങൾ ഗുരുവിൽ നിന്ന് പഠിച്ചു, ശാസ്ത്രങ്ങൾ പഠിച്ചു, കുറേ അഭ്യാസങ്ങൾ, നിഷ്ഠകൾ, സാധനകൾ ഇവയെല്ലാം അനുഷ്ഠിച്ചു. അപ്പോൾ ഇവിടെ നിൽക്കുന്നതും ഇത്രയും ദൂരം നടന്നു പോയി വേറൊരിടത്ത് നിൽക്കുന്നതും തമ്മിൽ എന്താ വ്യത്യാസം? എല്ലായിടവും ഒന്നല്ലേ? അപ്പോൾ ഗുരു പറഞ്ഞു, ഇപ്പം നിങ്ങളിതനുസരിക്കും. 2 പേരും, ഒരാൾ തെക്കോട്ടും പോവുക, ഒരാൾ വടക്കോട്ടും പോവുക. അങ്ങനെ 2 പേരും യാത്രകൾ ചെയ്തു. ഗുരു പറഞ്ഞതനുസരിച്ചിട്ട് കുറേ ദൂരം നടന്നു പോകുമ്പോൾ ഒരു മനോഹരമായ നദി കാണും, നദീതടം കാണും. അതിൻ്റെ അടുത്ത് പാറയുണ്ടാകും, നിങ്ങൾക്ക് അവിടെ താമസിക്കാം. 2 ഓപ്പോസിറ്റ് സ്ഥലങ്ങളിൽ കൂടിയാണ് അവർ സഞ്ചരിച്ചത്. ഗുരു പറഞ്ഞത് പ്രകാരം അതേ സ്പോട്ട് കണ്ടു, അവരവിടെ നിലയുറപ്പിച്ചു. അങ്ങനെ ആ പാറയുടെ ഓരത്ത് അവരുടെ സാധനാനുഷ്ഠാനങ്ങളും മറ്റു കാര്യങ്ങളുമായിട്ട് താമസിക്കുകയാണ്. അപ്പം ശുദ്ധമായ ജലമുണ്ട്, കുളിക്കാം, കുടിക്കാം. അത്യാവശ്യം തൊട്ടടുത്തിരിക്കുന്ന വൃക്ഷത്തിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സുകൾ മറ്റും കിട്ടും, സാധനം അനുഷ്ഠിക്കുകയും ചെയ്യാം. അങ്ങനെ 2 പേരും അവരവരുടെ സാധനം അനുഷ്ഠിക്കുകയാണ്. കയ്യിൽ വേറെ ഒന്നുമില്ല, ഗുരു കൊടുത്തു വിട്ട ഒരൊറ്റ തോർത്ത് മാത്രമുണ്ട്. അപ്പോൾ പലപ്പോഴും എന്താണ്, വൈകുന്നേരം പോയി ആ നദി പോയിട്ട് കുളിക്കുന്നു, തിരിച്ച് വരുന്നു, ആ പാറപ്പുറത്തിരിക്കുന്നു. ഈ ഒരു തോർത്തേ ഉള്ളൂ അവർക്ക് ഉപയോഗിക്കാൻ. അപ്പോൾ ഇതിനെ നല്ലതായിട്ടൊന്ന് പിഴിഞ്ഞ് ഒരു സൈഡിലങ്ങ് ഇടുന്നു, അതിൻ്റെ ഒരു സൈഡിൽ കിടന്നങ്ങ് ഉറങ്ങുന്നു. പിറ്റേ ദിവസം രാവിലെ എഴുതിച്ചിട്ട് വേണം ഈ തോർത്തെടുത്ത് ഉടുക്കുവാൻ. ഇതാണ് അവരുടെ ഒരു ലൈഫ് സ്റ്റൈല്. അങ്ങനെ കുഴപ്പമില്ല, നല്ലതായിട്ട് സാധനകളും ധ്യാനവും ജപവും ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കെ രാത്രി 1 മണി 1:30 ആയപ്പോൾ ഈ കറുമുറ എന്നുള്ളൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഒരു ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റിംഗ് രീതിയിലൊരു സൗണ്ട് കേൾക്കുന്നു. ഈ 2 ശിഷ്യന്മാരുടെ അടുത്തും ഇത് സംഭവിക്കുകയാണ് ഒരേപോലെ. അതിനെ പരീക്ഷണമാണെന്നോ എന്ത് രീതിയിലാണെങ്കിലും എടുക്കാം. അപ്പോൾ ഈ ശിഷ്യന്മാർ 2 പേര് നോക്കിയപ്പോൾ ഒരു എലി വന്ന് ആകപ്പാടെ ഉള്ള ആ തോർത്തിനെ കരണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ
ഈ ശിഷ്യന്മാർ ഇരുവരും ചിന്തിച്ചു, ഇത്രയും നാളില്ലാത്ത എലി ഇതെവിടെ തോന്നുന്നു. അപ്പോൾ എന്ത് ചെയ്തു, പെട്ടെന്ന് ഒരു കമ്പെടുത്തിട്ട് ആ പാറയിലൊരു തട്ട് തട്ടി എലി അങ്ങ് ഓട്ടിച്ചു. എലി അങ്ങ് പോയി, കുഴപ്പമൊന്നുമില്ല. അടുത്ത ദിവസം ഇതേ സമയത്ത് വീണ്ടും എലി വന്നു. സൗണ്ട് കേൾക്കുന്നു, കണ്ണ് തുറക്കുന്നു, കമ്പെടുത്ത് ശബ്ദം ഉണ്ടാക്കുന്നു, എലി പോകുന്നു. എലി വീണ്ടും പോയി. മൂന്നാം ദിവസവും ഇത് ആവർത്തിച്ചു. പക്ഷെ മൂന്നാം ദിവസം ആയപ്പോൾ സൗണ്ട് കേട്ടിട്ട് എലി പോയി എങ്കിലും വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ വന്നു. അപ്പോൾ വീണ്ടും ഈ ശബ്ദമുണ്ടാക്കുന്നു, കണ്ണ് തുറന്ന് നോക്കുമ്പോൾ എലി കരണ്ടുകൊണ്ടിരിക്കുന്നു, കമ്പെടുത്ത് ഇദ്ദേഹം ശബ്ദം ഉണ്ടാക്കുന്നു, എലി പോകുന്നു. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി, വീണ്ടും എലി വരുന്നു. അങ്ങനെ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കഴിയും തോറും രാത്രിയിലുള്ള ഉറക്കം പ്രശ്നമായിട്ട് മാറും. നേരെ ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പം രാത്രിയുള്ള ഉറക്കം പ്രശ്നമായപ്പോൾ എന്ത് പറ്റി, രാവിലെ എണീറ്റിട്ടുള്ള ധ്യാനവും പ്രശ്നമായി. അത് പോസ്റ്റ്പോണ്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. എഴുന്നത് താമസിക്കുന്നുണ്ട്. ഇനി എണീറ്റിട്ട് ധ്യാനിക്കുന്ന സമയത്തോ ധ്യാന സമയത്ത് ഉറങ്ങുന്നുണ്ട്. പിന്നെ പകൽ സമയത്തോ ഇന്ന് രാത്രി എലി വരുമോ എന്നുള്ള ചിന്ത വരുന്നുണ്ട്. അങ്ങനെ അവരുടെ ഒരു സുഗമമായിട്ടുള്ള അവരുടെ ഒരു ദിനചര്യയിൽ ഒരു എലി കരണ്ട് കൊണ്ടേയിരിക്കുന്നൊരവസ്ഥ വന്നു. എന്തായാലും അന്ന് രാത്രിയായി. പതിവ് പോലെ എലി വന്നു. നമ്മുടെ പുരാണത്തിൽ പണ്ട് പറയുമല്ലോ, ഒരു ഋഷിയുടെ മുന്നിൽ രംഭയും മേനകയൊക്കെ വരുന്നു എന്ന് പറയുന്ന പോലെ ഇവരുടെ മുന്നിൽ ഒരു എലിയാണ് വന്നത്. എന്തായാലും എലി അതിൻ്റെ ജോലി ചെയ്യുന്നു. ഇവർ എണീറ്റ് ശബ്ദമുണ്ടാക്കി അതിനെ ഓട്ടിക്കുകയും ചെയ്യും. എന്തായാലും കിഴക്കോട്ട് പോയ ആ ധ്യാന സാധകൻ്റെ അവസ്ഥ നമുക്ക് ആദ്യം നോക്കാം. എന്താണ് സംഭവിച്ചതെന്ന്. അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഗുരു തന്നതാണ് ഈ തോർത്ത്. ഈ തോർത്തിനെ സംരക്ഷിക്കണം. തോർത്തിനെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എലിയെ അപകടപ്പെടുത്തണം. കയ്യിലിരിക്കുന്ന വടി കൊണ്ട് പാറയിലടിക്കുന്നതിന് പകരം എലിയുടെ തലയിലോട്ടൊന്ന് അടിച്ചാലും മതി. അപ്പോൾ പിന്നെ ആ പ്രോബ്ലം ഇല്ല. പക്ഷേ ഒരു ജീവിയെ കൊല്ലുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് എലിയെ കൊല്ലാനും നിർവാഹമില്ല. അങ്ങനെ ഇദ്ദേഹത്തിന് ഉറക്കം ഇല്ലാത്ത രാത്രികളായി. ഉറക്കം ഒഴിയുന്നത് കാരണം പിറ്റേ ദിവസത്തെ സാധന മൊത്തത്തിൽ പ്രശ്നമായി. അങ്ങനെ മൊത്തത്തിലും ബ്രഹ്മത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്ന ആ സാധകൻ എലിയെപ്പറ്റി തന്നെ ചിന്തിക്കാൻ തുടങ്ങി. കാലക്രമേണ മുന്നോട്ട് ഇങ്ങനെ പോവുകയാണ്. ഓരോ ദിവസം എലി വരുന്നു, ഓട്ടിക്കുന്നു, എന്ത് ചെയ്യണമെന്നുള്ളത് ചിന്തിക്കുന്നു. അങ്ങനെ പോയി. അങ്ങനെ പെട്ടെന്ന് ഇദ്ദേഹത്തിന് തോന്നി, എൻ്റെ ഉറക്കം ശരിയാകുകയും വേണം, സാധന ശരിയാവുകയും വേണം, തോർത്തിനെ സംരക്ഷിക്കുകയും വേണം. അതിനുള്ള ബെസ്റ്റ് എക്സാമ്പിൾ ഈശ്വരൻ തന്നെ എല്ലാത്തിനും ഒരു സൊല്യൂഷൻ കൊടുത്തിട്ടുണ്ടല്ലോ. എലിയുടെ ശത്രു ആരാണ്? പൂച്ചയാണ്. അപ്പോൾ ഒരു പൂച്ചയെ വളർത്താം. പൂച്ചയെ വളർത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന എലിക്ക് അത് ശത്രുവാണ്. എലി ഓടിക്കോളും, ഞാൻ സേഫാവും, എൻ്റെ ഉറക്കമെല്ലാം ശരിയാവും. അങ്ങനെ തൊട്ടടുത്ത് ഈ വനം എന്ന് പറഞ്ഞല്ലോ, ആ വനത്തിനപ്പുറത്ത് ഒരു ചെറിയൊരു ഗ്രാമമുണ്ട്. അപ്പോൾ ആ ഗ്രാമത്തിലോട്ട് ഇദ്ദേഹം ഒന്ന് പോയി. ഭിക്ഷാന്തേഹി എന്നൊക്കെ പറഞ്ഞ് പോകുന്നൊരവസ്ഥ ഉണ്ടല്ലോ. ഇദ്ദേഹം അവിടെ പോയത് ഒരു പൂച്ചക്കുട്ടിയെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവസാനം ഒരു പൂച്ചയെ സംഘടിപ്പിച്ച് നേരെ കൊണ്ടുവന്ന് ഇദ്ദേഹം വളർത്തി. അടുത്ത ദിവസമായപ്പോൾ എലി വന്നില്ല. ഒരു കുഴപ്പമില്ല, ഇദ്ദേഹം ഹാപ്പിയായി. പക്ഷേ പൂച്ച ഭയങ്കര കരച്ചിലായി. എന്തുകൊണ്ട്? ഇദ്ദേഹം കഴിക്കുന്ന ഫ്രൂട്ട്സും മറ്റും കഴിച്ചുകൊണ്ട് പൂച്ചയ്ക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. പൂച്ച കിടന്ന് കരയാൻ തുടങ്ങി.
പൂച്ചയ്ക്ക് വിശക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് കൺഫ്യൂഷനായി, ഇനി എന്ത് ചെയ്യും. അതിൻ്റെ അടുത്ത ദിവസമായപ്പോൾ എലി വരുന്നു, കരണ്ട് കഴിക്കുന്നു, പൂച്ച തൊട്ടടുത്തിടന്ന് ഉറങ്ങുന്നു. കാര്യം പൂച്ച വിശന്ന് വലഞ്ഞ് തളർന്ന് കിടന്നുറങ്ങുകയാണ്. എഴിച്ച് എലിയെ പിടിക്കാനുള്ള ശക്തി പോലുമില്ല. അങ്ങനെ 1-2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എന്തു പറ്റി, ഈ പൂച്ച എപ്പോഴോ ആ എലിയെ കഴിച്ചിട്ടുണ്ടാവണം. അപ്പോൾ ഈ പൂച്ചയുടെ ഭക്ഷണത്തിന് എന്ത് ചെയ്യും എന്നുള്ള ഒരു ചിന്തയാണ്. ഓരോ ദിവസവും ഈ എലിയൊക്കെ പിടിച്ചിട്ട് കൊടുക്കാൻ അദ്ദേഹത്തിന് പറ്റില്ല. കുറച്ച് സാത്വികമായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യണമെന്ന് ചിന്തിച്ചു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, പൂച്ചയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് പാലാണ് എന്ന് ചിന്തിച്ചു. അയാൾ കുറച്ച് സാത്വികമായിട്ടുള്ള ഒരു ചിന്താഗതി ആയതുകൊണ്ടായിരിക്കും അങ്ങനെ ചിന്തിച്ചത്. അങ്ങനെ പൂച്ചയ്ക്ക് പാൽ കൊടുക്കാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു, ഒരു പശുവിനെ വളർത്തി. അങ്ങനെ ഒരു പശുവിനെ ഗ്രാമത്തിൽ പോയി അവിടെ നിന്ന് ഒരു പശുവിനെ കൊണ്ടുവന്നു. അവിടെ ഒരു സൈഡിൽ ഒരു ചെറിയ തൊഴുത്തെല്ലാം കെട്ടി അങ്ങനെ പശുവിനെ പരിപാലിച്ച് വളർത്താൻ തുടങ്ങി. അപ്പോൾ പശു എന്ന് പറയുന്നത് മറ്റ് മൃഗങ്ങളെ പോലെയല്ല, കുറച്ച് കൂടുതൽ കെയറും മറ്റു കാര്യങ്ങളും കൊടുക്കണം. അപ്പം പശുവിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമുള്ള പുൽച്ചെടികളും മറ്റെല്ലാം അവിടെ ഉണ്ട്, വെള്ളമുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല, പശു ഹാപ്പിയാണ്. പക്ഷേ പശുവിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് തുടങ്ങിയപ്പോൾ എന്ത് പറ്റി, സാധനയും മറ്റു കാര്യങ്ങളെല്ലാം കുറച്ച് ബാക്കിലോട്ടായി. അപ്പം അദ്ദേഹം ചിന്തിക്കുകയാണ്, ഗോമാതാവാണ്, ഗോമാതാവിനെ സംരക്ഷിക്കണമെങ്കിൽ വേറൊരു മാതാവ് തന്നെ വേണം. അങ്ങനെ ഒരു വേലക്കാരിയെ അവിടെ നിർത്തിയാൽ അറ്റ്ലീസ്റ്റ് പശുവിൻ്റെ കാര്യം നോക്കും, അതിൻ്റെ പാല് ആർക്ക് കൊടുക്കും, പൂച്ചയ്ക്ക് കൊടുക്കും, എനിക്ക് വേറെ സാധനയ്ക്ക് വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അദ്ദേഹം ഒരു വേലക്കാരി അവിടെ നിർത്തിയിട്ട് പശുവിനെ പരിപാലിക്കാൻ തുടങ്ങി. എന്തായാലും 1-2 വർഷം കഴിഞ്ഞു. ഗുരു കാത്തിരിക്കുകയാണ്, പറഞ്ഞു വിട്ട 2 ശിഷ്യന്മാരും വരാൻ വേണ്ടിയിട്ട്. പറഞ്ഞ ആ പർട്ടിക്കുലർ ടൈമായപ്പോൾ തീർച്ചയായിട്ടും കിഴക്കിൽ നിന്ന് വരുന്ന ആളും പടിഞ്ഞാറിൽ നിന്ന് വരുന്ന ആളും തിരിച്ചു വരികയാണ്. അപ്പോൾ പടിഞ്ഞാറ് പോയ ആൾ, നമ്മളാദ്യം പറഞ്ഞതിൽ തെക്ക് വടക്കെന്നാണ് പറഞ്ഞത്, ഇപ്പം കിഴക്ക് പടിഞ്ഞാറായി. എന്തായാലും ആ പൊസിഷൻ 2 ഓപ്പോസിറ്റ് പോയി എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അപ്പോൾ പടിഞ്ഞാറ് പോയ ആൾ തിരിച്ചു വരുന്നുണ്ട്. അദ്ദേഹം വരുന്നത് ദൂരെന്ന് ഇങ്ങനെ നടന്നു വരികയാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് പോയ ഒരാൾ ഒരു പടയായിട്ട് വരികയാണ് അവിടെ നിന്ന്. അപ്പോൾ ഈ ഗുരു 2 സൈഡ് നോക്കുന്നുണ്ട്. അപ്പം ഈ തോർത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ച അയാളും കാലക്രമേണ ആ വേലക്കാരി അയാൾ വിവാഹം കഴിച്ചു, അതിൻ്റെ കുട്ടികളും, പശു അതിൻ്റെ കുട്ടികളും, പൂച്ചയും പൂച്ചയുടെ കുട്ടികളും, അങ്ങനെ ഒരു വലിയ പടയായിട്ട് അവരിങ്ങനെ വരികയാണ്. ഇപ്പുറത്ത് നോക്കിയപ്പോൾ അദ്ദേഹം ദിഗംബരനായിട്ട് അദ്ദേഹം തിരിച്ചു വരികയാണ്. എല്ലാവരെയും സ്വീകരിച്ച് ആശ്രമത്തിലിരുത്തി. എന്നിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട് നിങ്ങളുടെ സാധനാകാലം? അപ്പം പശുവിനെയൊക്കെ വളർത്തിയ ആൾ പറഞ്ഞു, ഇപ്പം എനിക്കൊരു ഗോകുലവും ഉണ്ട്, ഒരു ഗുരുകുലവും ഉണ്ട്, അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ടോ. മറ്റേയാൾ ചോദിച്ചു, എങ്ങനെയുണ്ട് നിൻ്റെ സാധന? ഞാൻ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ശരിക്കും ഈ സ്റ്റോറിയിൽ എന്താണ് അവിടെ സംഭവിച്ചത്? ഒരു നിസ്സാര കാര്യം മാത്രമാണ് ഇവരെ 2 ദിശയിലേക്ക് കൊണ്ടുപോയത്. എന്താണത്? തോർത്തിനെ സംരക്ഷിക്കാൻ നോക്കി. ഇതാണ് അവിടെ നടന്നത്. ദിഗംബരനായിട്ട് വന്ന ആ സാധകൻ ആ തോർത്തിനെ സംരക്ഷിക്കാൻ ശ്രമിക്കാതെ അതിനെ ഉപേക്ഷിക്കുവാൻ തയ്യാറായപ്പോൾ അദ്ദേഹത്തിൻ്റെ നിഷ്ഠയിൽ തന്നെ അദ്ദേഹത്തിന് തുടരുവാനും ലക്ഷ്യത്തിലേക്ക് കൂടുതൽ അടുക്കുവാനും പറ്റി. എന്നാൽ മറ്റേയാളോ ആ തോർത്തിനോടുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, തോർത്ത് സംരക്ഷിക്കപ്പെടാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ
ഒന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്കൊക്കെ എത്രമാത്രം തോർത്തുകൾ വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഒരു തോർത്തല്ല അയാൾ സംരക്ഷിക്കാൻ പറ്റിയത്. അപ്പോൾ അത് കണക്ട് ചെയ്ത് പലതിലോട്ടങ്ങ് പോയി. അപ്പോൾ ആ ലക്ഷ്യബോധം, എന്താണ് എൻ്റെ ലക്ഷ്യം എന്നുള്ളത് മറന്നുപോയി. ലക്ഷ്യബോധം ഉള്ളവന് മാത്രമേ നേരത്തെ പറഞ്ഞ ബോധവികാസം, ആ ബോധവികാസമാണ് പ്രപഞ്ചത്ത് മുഴുവൻ ഈശോവാസ്യമിതം സർവം എന്ന് പറയുന്ന ആ ഉയർന്ന ഒരു തലം ഒരു സാധകനിൽ നിലനിൽക്കുകയുള്ളൂ. ലക്ഷ്യബോധം സദാ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് സാധന ചെയ്തു പോയാൽ തീർച്ചയായിട്ടും വഴിതെറ്റുകയില്ല. ഗുരുജി, ഇപ്പം നമ്മളിപ്പോൾ സൂചിപ്പിച്ചല്ലോ, ഒരു സാധകന് വേണ്ട ആ ലക്ഷ്യബോധം എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് അവൻ്റെ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ, അല്ലെങ്കിൽ അതിനുവേണ്ടി ആ ഒരു ഇത് പറഞ്ഞല്ലോ ലക്ഷ്യബോധത്തെക്കുറിച്ച്. അപ്പം സാധാരണ നമ്മൾ സാധകർ പറയുന്നതാണ്, ഒരു പരാതി പോലെ പറയുന്നതാണ്, ഒരു സാധകൻ്റെ ജീവിതം കൂടുതൽ പരീക്ഷണങ്ങൾ നേരിടുന്നതാണെന്ന് പറയാറുണ്ട്. അതെന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു സാധകന് ഫീലാകുന്നത്? ഒരു പരീക്ഷണമാണ് അവൻ്റെ ജീവിതം മുഴുവൻ എന്ന് തോന്നുന്നത് എന്തുകൊണ്ടായിരിക്കാം? ശരിയാണ്, നമ്മളും കേട്ടിട്ടുണ്ട്. ഭയങ്കര പരീക്ഷണമാണ് ഈ ആധ്യാത്മികതയിലോട്ട് വരുമ്പോൾ എന്ന് പലരും പറയാറുണ്ട്. പക്ഷേ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് എന്തെന്ന് വെച്ചാൽ, ഈ പറയുന്ന വ്യക്തികളിൽ ലൈഫിൽ ഭയങ്കര സന്തോഷകരമായിട്ടുള്ള പല കാര്യങ്ങളും വരുമ്പോൾ ഈ വാക്ക് പറയാറില്ല. ജീവിതം ഭയങ്കര പരീക്ഷണമാണ്, ഞാൻ സന്തോഷിക്കുന്നോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് എനിക്കിത് തരുന്നത് എന്ന് ഒരിക്കലും പറഞ്ഞു കേട്ടിട്ടില്ല. അവൻ ഉദ്ദേശിക്കുന്ന കാര്യം സംഭവിക്കാതിരിക്കുകയും അവനൊരു നിരാശയും നഷ്ടമൊക്കെ വരുന്ന സമയത്താണ് ഉടൻ ഈ ഒരു സംഭവം പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ പ്രശ്നമില്ലേ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളിപ്പോൾ ഒരു ചെസ്സ് കളിക്കുന്നു വിചാരിക്കുക. ചെസ്സ് കളിക്കുമ്പോൾ നമ്മുടെ മുന്നേ ഇരിക്കുന്ന ആൾ, ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ, അയാൾ ഓരോ കോയിനും മൂവ് ചെയ്യുമ്പോൾ ഇതെൻ്റെ പരീക്ഷണമാണ് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഒരിക്കലുമില്ല. കാര്യം ചെസ്സിൻ്റെ ഓരോ മൂവ്മെൻറ്റ്സും നമുക്കറിയാം, നമ്മളെങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളും എന്തൊക്കെ രീതിയിൽ മൂവ് ചെയ്യുമെന്ന് നമുക്കും അറിയാം. അപ്പോൾ ആ മൂവ്മെൻറ്റ് നമ്മൾ സസൂക്ഷ്മം ശ്രദ്ധിച്ച് തൻ്റെ മൂവ്മെൻറ്റ് പെർഫെക്റ്റായിട്ട് അവൻ മൂവ് ചെയ്യുക മാത്രമേ ചെയ്യുള്ളൂ. അവിടെ അയ്യോ ഭയങ്കര പരീക്ഷണമാണ് ഇതെല്ലാം എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കലും ചിന്തിക്കില്ല. അപ്പോൾ ഒരു വ്യക്തി ജീവിതം മൊത്തം പരീക്ഷണമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആരുടെ പ്രശ്നമാണ് എന്ന് ചിന്തിച്ച് നോക്കണം. നമ്മളിൽ ദ്വന്ദ്ം നിലനിൽക്കുന്നത് കൊണ്ടാണ് സന്തോഷം വരുമ്പോൾ നമ്മളത് പറയാത്തത്, സന്താപം വരുമ്പോൾ നമ്മൾ പറയുന്നത്. ദ്വന്ദ്ചിന്ത ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇത്തരം സ്റ്റേറ്റ്മെൻറ്റ്സുകൾക്കെല്ലാം പ്രസക്തിയുണ്ട്. ഭഗവത്ഗീതയും മറ്റും കർമ്മയോഗം എങ്ങനെയായിരിക്കണം, എപ്രകാരമായിരിക്കണം, ഈ ഭൂമിയിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ അനാവശ്യമായ സ്റ്റേറ്റ്മെൻറ്റ്സുകളെല്ലാം നമ്മൾ അങ്ങനെ വിട്ടുകളയുക. കാര്യം ഇതൊരു കർമ്മക്ഷേത്രമാണ്. നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി ഒരു കർമ്മക്ഷേത്രമാണ്. കൂടാതെ ആ കർമ്മക്ഷേത്രം എവിടെ നിലനിൽക്കുന്നു? കുരുക്ഷേത്രത്തിലാണ്. അവിടെ ഒരു യോദ്ധാവായി യവൻ നിലനിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നവന് ഒന്നും പരീക്ഷണമല്ല. കാര്യം വ്യക്തമായി എങ്ങനെയാണ് കർമ്മം അനുഷ്ഠിക്കേണ്ടതെന്നും താനും കർമ്മവും തമ്മിലുള്ള ബന്ധം എന്താണെന്നും കർമ്മയോഗം എന്താണെന്നും കർമ്മം അറ്റവനാകണമെന്നും വ്യക്തമായി ഒരു സാധന ശാസ്ത്രത്തിൽ അല്ലെങ്കിൽ ആ സാധകന് തൻ്റെ സാധന ഗുരു വ്യക്തമായി ഒരു നിർദ്ദേശം നൽകുന്നു എന്നുണ്ടെങ്കിൽ
പരീക്ഷണം എന്നുള്ള വാക്കിന് പ്രസക്തിയില്ല. അതുകൊണ്ട് ഇത്തരം റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സുകളും മറ്റു കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. പരീക്ഷണമാണ് എന്ന് പറയുന്നവൻ ഓർക്കണം, ഞാൻ എല്ലാത്തിനെയും ഭയപ്പെടുന്നു എന്ന് മനസ്സിലാക്കണം. ആ ഭയത്തിൽ നിന്നാണ് അവൻ ആ ഒരു വാക്ക്, പരീക്ഷണം എന്നുള്ളൊരു വാക്ക് പറഞ്ഞത്. സന്തോഷകരമായ ഒരു കാര്യം ലൈഫിൽ സംഭവിക്കുമ്പോൾ അവൻ എന്താണ്, ആനന്ദമാണ് അവന് വരുന്നത്. അതുകൊണ്ട് ഇത്തരം സ്റ്റേറ്റ്മെൻറ്റ്സുകളൊന്നും അവന് വരുന്നില്ല. ഭയം വരുമ്പോൾ പരീക്ഷണം എന്നുള്ള വാക്കും, ആനന്ദം വരുമ്പോൾ അവൻ ബ്ലിസ്ഫുള്ളായിട്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ദ്വന്ദ്ങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുവാൻ നമ്മൾ തയ്യാറാവണം. അതിലോട്ടാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ഭയം അല്ല. ഈ ഭയം പലപ്പോഴും നമ്മളെ വസ്തുബോധത്തിൽ നിന്ന് അകറ്റും. മനസ്സിലായില്ലേ? ഒരു ഇരുട്ടുമുറിയിൽ കയറുമ്പോൾ പാമ്പുണ്ട് എന്ന് നമുക്കൊരു ചിന്ത ഉണ്ടായാൽ കയറ് തന്നെ വേണമെന്നില്ല പാമ്പെന്ന് ചിന്തിക്കാൻ. ഒരു വടി കിടന്നാലും അത് പാമ്പെന്ന് ചിന്തിക്കും. കാര്യം അവൻ്റെ ഭയം അവൻ്റെ വിവേകബുദ്ധിയെ എന്താ പറയാൻ, മന്ദീഭവിച്ചു അല്ലെങ്കിൽ മരവിപ്പിച്ചു എന്ന് പറയാം. ഭയം നിലനിർത്തിക്കൊണ്ട്, ഈ ഭയം ഇതെല്ലാം എന്താണ്, നമ്മളിലുള്ള ദ്വന്ദ്ചിന്തയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മളിൽ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് സാധന അനുഷ്ഠിക്കുന്ന ഓരോ സാധകനും വ്യക്തമായിട്ടും അവനിൽ ആധ്യാത്മികതയുടെ ഒരു ശാസ്ത്രബോധം അവന് ഉണ്ടായിരിക്കണം. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ധ്യാനകഥ പറയാം. അതിലൊന്ന് ശ്രദ്ധിക്കുക. ഒരു ധ്യാന സാധകൻ ഏകാന്തമായി വനത്തിനുള്ളിൽ താമസിക്കുകയാണ്. നേരത്തെ ചോദ്യമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്ത് ചിന്തിക്കണം. വനത്തിനുള്ളിൽ താമസിക്കുന്നവൻ എന്ത് പരീക്ഷണമെന്നൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. നേരത്തെ പറഞ്ഞില്ലേ, ദ്വന്ദ്മുണ്ടെങ്കിൽ അത് എവിടെ ഏത് മാളത്തിൽ ഒളിച്ചാലും എല്ലാം പരീക്ഷണമായിട്ട് തന്നെ നമുക്ക് തോന്നും. അപ്പോൾ കാട്ടിനുള്ളിൽ താമസിക്കുന്ന ഇദ്ദേഹം ഒരു നല്ലൊരു ഉത്തമനായിട്ടുള്ള ഒരു ധ്യാന സാധകനാണ്. ഇദ്ദേഹം ഒരിക്കൽ വനത്തിനുള്ളിലിരിക്കുന്ന സമയത്ത് നിറയെ വൃക്ഷങ്ങളുണ്ട്. അപ്പോൾ ആകാശത്ത് പൂർണ്ണചന്ദ്രൻ്റെ നിലാവ് ഇങ്ങനെ അടിക്കുകയാണ്. പക്ഷെ ഇത്രയും നിമിഡമായിട്ടുള്ള വനമായത് കാരണം ഈ നിലാവ് വൃക്ഷത്തിൻ്റെ ഇലയിൽ തട്ടി താഴോട്ടെത്തുന്നില്ല. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ആ നിലാവിൻ്റെ സാന്നിധ്യം അവിടെ കിട്ടുന്നുമുണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, പൂർണ്ണചന്ദ്രൻ ആകാശത്ത് ഉണ്ട്, അതിൻ്റെ സാന്നിധ്യം അത് നിലാവായിട്ട് കാണിക്കുന്നുമുണ്ട്. പക്ഷേ എനിക്ക് അതിൻ്റെ സാന്നിധ്യത്തെ അറിയാൻ പറ്റുന്നില്ല. കാരണം ഈ വൃക്ഷം, അതിൻ്റെ ഇലകൾ അവ തടയുന്നുണ്ട്. വൃക്ഷം നിലാവിനെ തടയുന്നു എന്നിരിക്കെ പൂർണ്ണചന്ദ്രനില്ല എന്നുള്ള ചിന്ത എന്നിലുണ്ടായാൽ അത് ശരിയോ തെറ്റോ? തെറ്റ് തന്നെയാണ്, നമുക്കറിയാം. പൂർണ്ണചന്ദ്രൻ അവിടെ ഉണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം പരീക്ഷണമാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളിൽ എന്തോ ഒരു കുറവ്, എന്തോ ഒരു അജ്ഞത ആണ് നമ്മളെ അത് പറയിപ്പിക്കുന്നത്. അപ്പോഴാ അജ്ഞത എപ്രകാരമാണോ നമ്മൾ അവിടെ നിലനിന്നുകൊണ്ട് എല്ലാം പരീക്ഷണമാണ് എന്ന് പറയിപ്പിക്കുന്നത്, അതുപോലെ തന്നെയാണ് നിലാവ് അനുഭവപ്പെടാതിരിക്കുമ്പോൾ പൂർണ്ണചന്ദ്രൻ ആകാശത്തില്ല എന്ന് നമ്മൾ പറയുന്നത്.
അപ്പോൾ ഈ വിരോധാഭാസം ആ സാധകൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ആ പൂർണ്ണചന്ദ്രൻ്റെ സാന്നിധ്യം മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട്, പൂർണ്ണചന്ദ്രൻ നിലാവ് നൽകിക്കൊണ്ടാണ് അതിൻ്റെ സാന്നിധ്യത്തെ അറിയിക്കുന്നത്. തനിക്ക് നിലാവ് കിട്ടുന്നില്ല, പക്ഷേ അദ്ദേഹം പൂർണ്ണമായിട്ടും ആ പൂർണ്ണചന്ദ്രനെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ട്. ആ അവസരത്തിൽ അങ്ങനെ നിന്നുകൊണ്ട് അദ്ദേഹം ഉള്ളിൽ ഒരു പാട്ടായിട്ടൊരു സത്യത്തെ അദ്ദേഹം പാടി. അദ്ദേഹം പാടിയ ആ പാട്ടിൻ്റെ വരികൾ ഇപ്രകാരമായിരുന്നു. എങ്ങനെയെന്ന് വെച്ചാൽ, എനിക്കുള്ളതെല്ലാം എനിക്കുള്ളതല്ല, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്, നിനക്കുള്ളതെല്ലാം എനിക്കുള്ളതല്ല, എനിക്കില്ലാത്തതെല്ലാം നിനക്കുള്ളതാണ്. വീണ്ടും മനനം ചെയ്യുക. മനനം ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും മനനം ചെയ്യുക. അപ്പോൾ എല്ലാം പരീക്ഷണമാണെന്ന് പറയാനുള്ള സമയം നമുക്ക് കിട്ടുകയില്ല.